ജനക്കൂട്ടം ആ ആശുപത്രിയിലേക്ക് ഈ വിവരം അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ തടിച്ചുകൂടിയിരുന്നു. കാരണം എത്രയോ വർഷങ്ങളായി മലയാളികളുടെ ഏറ്റവും ചിരിയോർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖവും ശബ്ദവുമാണ് കലാഭവൻ നവാസിൻ്റെത്. അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചത് അത് ഈ ഹോട്ടലിൻ്റെ, അതായത് കലാഭവൻ നവാസ് താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ ഉടമയാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് വൈകിട്ടോടുകൂടി നവാസ് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും ഹോട്ടലിലേക്ക് എത്തുന്നു. അതിനുശേഷം മുറിയിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന നവാസ് പക്ഷേ പിന്നീട് ഈ അവസ്ഥയിലാണ് അദ്ദേഹത്തെ തിരിച്ച് പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വരുന്നത്. അദ്ദേഹം ഇന്ന് രാത്രി 8 മണിയോടുകൂടി ചെക്കൗട്ട് ചെയ്യും. അതിനുശേഷം നാട്ടിലേക്ക് പോകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. നേരത്തെ ആ സിനിമയിൽ ഇപ്പോൾ നിലവിൽ നവാസ് അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമയിലെ അഭിനേതാക്കൾ ഉൾപ്പെടെ നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞു നിലവിലുള്ള ഷെഡ്യൂൾ പൂർത്തിയാക്കി അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഇന്ന് 4-ാം തീയതിയാണ് അദ്ദേഹത്തിന് ഷൂട്ടുള്ളത്. അതിനുശേഷമാണ് ഈ കാണുന്ന ഹോട്ടലിലേക്ക്, ഈ വൃന്ദാവൻ ഹോട്ടലിലേക്ക് അദ്ദേഹം എത്തിയത്. ആ ഹോട്ടലിൽ വെച്ചാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ ഹോട്ടലിന്റെ റൂം ബോയ് ആണ് അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്, ഈ അവസ്ഥയിൽ കാണുന്നത്. 8 മണിയായിട്ടും അദ്ദേഹം ചെക്കൗട്ട് ചെയ്ത് പുറത്തേക്ക് വരാതായ സാഹചര്യത്തിലാണ് അവർ ഈ ഹോട്ടൽ മുറിയിലേക്ക്, അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കടന്നു പോകുന്നതും ആ ഘട്ടത്തിൽ നിലത്ത് കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ നവാസിനെ കണ്ടെത്തുകയും ചെയ്യുന്നത്. അതിനുശേഷം അവരാണ് ഇവിടെ നിന്നും അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതുവഴി ഈ ഹോട്ടലിന്റെ ഇതുവഴിയായിരുന്നു അദ്ദേഹത്തെ ഇറക്കി കൊണ്ടുവന്നത്. ഇതിന് മുകളിലെ നിലയിലെ മുറിയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും വളരെ ദയനീയമായ, വളരെ ദാരുണമായ ഒരു സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഹോട്ടൽ ജീവനക്കാർ അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടു. ഇവിടെ നിന്നും ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൈക്ക് ചലനമുണ്ടായിരുന്നു എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അതിൽ നമുക്കൊരു വ്യക്തതയില്ല. പക്ഷേ എന്തായാലും നവാസ് തിരിച്ചു വരും, അതൊരു ചെറിയ തലകറക്കമായിരിക്കാം എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകൾക്കെല്ലാം മങ്ങലേൽപ്പിച്ചുകൊണ്ടായിരുന്നു ടാറ്റ SD ആശുപത്രിയിൽ നിന്നുള്ള വാർത്ത പുറത്തു വന്നത്. നവാസ് ഇനിയില്ല, നവാസ് യാത്രയായിരിക്കുന്നു. മലയാളികളുടെ സ്വീകരണ മുറികളിൽ ഇനി ചിരി പടർത്താൻ നവാസ് ഇല്ല എന്നുള്ളത് നമുക്കറിയുന്നതുപോലെ ആ കുടുംബമാകെ മലയാളികളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു കുടുംബമാണ്. നിയാസിനെ നമുക്കറിയാം, നവാസിന്റെ സഹോദരൻ അബൂബക്കറിനെ നമുക്കറിയാം, നവാസിന്റെ പിതാവ് രഹനെ നമുക്കറിയാം, നവാസിന്റെ പങ്കാളി. ആ നിലയിൽ മലയാളികളുടെ ചിരിമുറിയിൽ നിറസാന്നിധ്യമായിരുന്ന ഒരു കലാ കുടുംബമായിരുന്നു അത്. ആ കുടുംബത്തിൽ ഒരു കണ്ണി കൂടി വിട്ടുപോകുമ്പോൾ അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് നവാസിന്റെ മൃതദേഹം എത്തും. അതിനുശേഷം നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ. അതിനുശേഷം പൊതുദർശനം ഉൾപ്പെടെ ഉണ്ടാവും. കാരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം നവാസിന്റെ ഓർമ്മ എന്ന് പറയുന്നത് അത് ചിരിയോർമ്മ തന്നെയാണ്. അതുകൊണ്ട് ആ ചിരിക്കുന്ന മുഖം മായാതെ മലയാളികളുടെ മനസ്സിൽ എല്ലാ കാലവും ഉണ്ടാകും. ഇനി നവാസ് പോയാലും നവാസ് പറഞ്ഞു വെച്ച തമാശകൾ, നവാസ് തൊടുത്തുവിട്ട തമാശ ഓർമ്മകൾ, ആ ചിരികൾ അതെല്ലാം അവിടെ അവശേഷിക്കുമെന്നുള്ളതാണ്. എന്തായാലും ഏറ്റവും വേദനാജനകമായ ഒരു വാർത്തയാണ് ഈ രാത്രിയിൽ നമ്മൾ പ്രേക്ഷകരോട് പങ്കുവച്ചത്. നവാസ് ഇനിയില്ല. കലാഭവൻ നവാസ് എന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹാസ്യ കലാകാരൻ 1995 ആദ്യ സിനിമ മുതൽ ഇതാ ഇന്ന് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്ന സിനിമ വരെ നോക്കിയാൽ ചെയ്തു വെച്ചതിൽ ബഹുഭൂരിഭാഗവും ഹാസ്യ കഥാപാത്രങ്ങളായിരുന്നു. ആ നിലയിൽ ചിരി പടർത്തിയ ഒരു മനുഷ്യൻ യാത്രയാകുമ്പോൾ സ്വാഭാവികമായും മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, നവാസിന്റെ സന്തത സഹചാരികളായിരുന്ന ചലച്ചിത്ര പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, മിമിക്രി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എല്ലാം അത് വലിയ വേദനയാണ്. അല്പസമയം മുമ്പ് വരെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെല്ലാം പ്രതികരിക്കുമ്പോഴും പറഞ്ഞു വെക്കുന്നത് വല്ലാത്തൊരു വേദനയാണ്. അത് തന്നെയാണ് അലി, നമുക്കത് കാണാനും കഴിയുന്നുണ്ട്. ആ പ്രതികരണങ്ങളെല്ലാം നമ്മൾ നേരത്തെ കണ്ടതാണ്. ഒരുപാട് പേർ അങ്ങോട്ട് വരുന്നതും കണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നുണ്ട്. ഒരു വശത്ത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, അദ്ദേഹം വരുന്നതും കാത്ത്, അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുവരുന്നതും കാത്തു നിൽക്കുന്ന ദിലീപ് അടക്കമുള്ളവർ അവിടെ നിൽക്കുന്നുണ്ട്. ഒരുപാട് പേർ അവിടേക്കും എത്തിയിട്ടുണ്ട്. ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു നിമിഷങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഒരു കാലത്ത് നമുക്കറിയാം ഒരുപാട് ഇതുപോലുള്ള കലാകാരന്മാരുണ്ട്. കലാഭവൻ നവാസ് അടക്കമുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്. നമ്മളിപ്പോൾ മനസ്സിൽ ഒരുപക്ഷെ സിനിമകളിലൊന്നും അത്ര സജീവമല്ലാതിരുന്നിട്ട് പോലും, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അധികം അത്ര സജീവമല്ലാത്ത കാലത്തിലേക്ക് പോയെങ്കിൽ പോലും അവരൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ പിടിച്ചൊരു സ്ഥാനമുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം പല പ്രതികരണങ്ങൾ വരുമ്പോഴും മനസ്സിലാക്കാനും സാധിക്കുന്നത്. ആ വേർപാട് അത് അപ്രതീക്ഷിതമാണ്, സഹിക്കാൻ കഴിയാത്തതാണ് എന്നുള്ളതാണ്. അലി, എന്തായാലും ഏറെ വേദനിപ്പിക്കുന്ന നിമിഷങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ചലച്ചിത്ര താരവും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസ് അന്തരിച്ചു എന്നുള്ള ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഇന്ന് രാത്രി 10 മണിക്ക് ശേഷമാണ് ആ വിവരം പുറത്തു വരുന്നത്. പക്ഷേ ഇന്ന് ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടായിരുന്നു. അതിനുശേഷം ഹോട്ടൽ മുറിയിലേക്ക് എത്തിയതായിരുന്നു. ചോറ്റാനിക്കരയിലെ വൃന്ദാവൻ ഹോട്ടലിലെ 209 നമ്പർ മുറിയിലായിരുന്നു അദ്ദേഹം താമസിച്ചത്. അവിടേക്ക് എത്തിയതിനു ശേഷം പിന്നീട് ഇന്ന് ചെക്കൗട്ട് ചെയ്യുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം 8 മണിക്ക് ശേഷവും ചെക്കൗട്ട് ചെയ്യുന്നത് കാണാത്തതിനെ തുടർന്ന് റൂം ബോയെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം കുഴങ്ങി വീണ് കിടക്കുന്നത് കണ്ടത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചലനമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ എന്താണ് സംഭവിച്ചതെന്നൊക്കെ കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയായിരിക്കാം അവസാന നിമിഷത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ വിട വാങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അലി ഇപ്പോൾ പറയുകയായിരുന്നു, ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലും നിരവധി പേർ കാത്തു നിൽക്കുന്നുണ്ട്, നടൻ ദിലീപ് അടക്കമുള്ളവർ.
ഇത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ വലിയൊരു ജനാവലി എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം നമ്മൾ നേരത്തെ SD കോളേജിൽ ഹോസ്പിറ്റലിൽ നമ്മൾ കണ്ടതാണ്, ടാറ്റ SD ഹോസ്പിറ്റലിൽ നമ്മൾ കണ്ടതാണ്. വലിയൊരു ആൾക്കൂട്ടം അവിടെ എത്തിയിരുന്നു. സ്വാഭാവികമായും നമുക്കറിയാം, നവാസിനെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ എല്ലാ കാലത്തും ഒരു 95 കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ മലയാളികളുടെ തമാശ ചിത്രങ്ങളിൽ, തമാശ വേദികളിൽ അവിടെ എല്ലാം തന്നെ നിറസാന്നിധ്യമായി നവാസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് മിമിക്രി വേദികളാകട്ടെ, അതിനപ്പുറത്തേക്ക് ടെലിഫിലിമുകളാകട്ടെ, സിനിമകളാകട്ടെ, അവിടങ്ങളിലെല്ലാം ചിരിയുടെ നിറസാന്നിധ്യമായി നവാസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ജനക്കൂട്ടം നവാസിനെ അവസാനമായി കാണാനായി എത്തുന്നതും. നവാസിന്റെ വിയോഗ വാർത്ത അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലായിരുന്നു. സ്വാഭാവികമായും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും വലിയൊരു ജനക്കൂട്ടം അവിടേക്കും എത്തുന്നുണ്ട്. അത് ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള ആളുകളുണ്ട്, മിമിക്രി മേഖലയിൽ നിന്നുള്ള ആളുകളുണ്ട്, ടെലിഫിലിമിൽ നിന്നും എല്ലാം നവാസിനെ പരിചയമുള്ള, ഒപ്പം പ്രവർത്തിച്ചിരുന്ന മനുഷ്യരുണ്ട്. നവാസിന്റെ നേരിട്ട് ഒരു തരത്തിലും അറിയാത്ത, കണ്ടും കേട്ടും മാത്രം നവാസിനെ പരിചയമുള്ള നിരവധിയായ മലയാളി പ്രേക്ഷകരുമുണ്ട്. അവരെല്ലാം ഇരച്ചെത്തുകയാണ് ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും. നേരത്തെ നമ്മൾ ഇവിടെ ടാറ്റ ആശുപത്രിയിൽ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുണ്ടായിരുന്നു, മറ്റു പല മേഖലകളിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു, രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. അതിനെല്ലാം അപ്പുറം ഈ വാർത്ത കേട്ടതിന്റെ ഞെട്ടലിലെത്തിയ സാധാരണക്കാരായ പ്രേക്ഷകരുണ്ടായിരുന്നു എന്നുള്ളതാണ്. ചൈതന്യം എന്ന ചിത്രത്തിൽ 95 അദ്ദേഹം എത്തുമ്പോൾ ആ വർഷം തന്നെ 4 സിനിമകളിൽ ചിരി പടർത്തി നവാസ് എന്നുള്ളതാണ്. അവിടെ നിന്നിങ്ങോട്ടേക്ക് എത്രയോ വർഷക്കാലം എണ്ണമറ്റ സിനിമകളിൽ അദ്ദേഹം ചിരി പടർത്തിയ വേഷങ്ങൾ ചെയ്തു. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, ഏകദേശം ഒരു 10 വർഷത്തോളമായി അദ്ദേഹം സജീവമല്ലായിരുന്നു സിനിമാ മേഖലയിൽ. പക്ഷേ ഇപ്പോൾ വീണ്ടും അദ്ദേഹം പ്രധാന വേഷങ്ങളിൽ ഉൾപ്പെടെ വന്നുകൊണ്ട് മലയാളികളെ വീണ്ടും കുടുകൂടാ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, വളരെ സജീവമായി മലയാള സിനിമയിലേക്ക് നവാസ് തിരിച്ചെത്തിയ ഒരു സമയത്ത് ഇത്തരത്തിലൊരു വിയോഗ വാർത്ത അതുണ്ടാക്കുന്ന വേദന ചെറുതല്ല. ഏറ്റവും പ്രധാനമായും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ പ്രേക്ഷകർക്ക് വേദികളിലൂടെ കണ്ടും, സിനിമകളിലൂടെ കണ്ടും, ഷോർട്ട് ഫിലിമുകളിലൂടെ കണ്ടും ഒക്കെ മാത്രം നവാസിനെ അറിയുന്ന മനുഷ്യർക്ക് ഇത്രമേൽ വേദനിക്കുമ്പോൾ നവാസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യർക്ക്, അദ്ദേഹത്തിന്റെ കുടുംബത്തിനെല്ലാം ഉണ്ടാകുന്ന വേദന അത് പറയാൻ കഴിയാത്തതാണ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് എന്നുള്ളതാണ്. നവാസിന്റെ ചിരിക്കുന്ന ചിത്രങ്ങൾ, രഹനയും നവാസും കുഞ്ഞുങ്ങളും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ഈ സമീപകാലത്ത് ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ആ നിലയിൽ ചിരി പടർത്തി മലയാളികൾക്ക് സുപരിചിതരായ ഒരു കുടുംബം, നവാസും നിയാസും അബൂബക്കറും എല്ലാം ആ നിലയിൽ, രഹനയും എല്ലാം ആ നിലയിൽ തന്നെ മലയാളികൾക്ക് സുപരിചിതരാണ്. അങ്ങനെ ആ കലാകുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡ് നഷ്ടമാകുന്നു. മലയാളികൾക്ക് കഴിഞ്ഞ എത്രയോ കാലമായി അവരുടെ സ്വീകരണ മുറികളിൽ ചിരി പടർത്തിയ ഒരു മനുഷ്യൻ നഷ്ടമാകുന്നു. എന്തായാലും അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമ പൂർത്തിയാക്കാൻ കഴിയാതെ നവാസ് യാത്രയാകുമ്പോൾ നവാസ് നവാസ് ഉണ്ടാക്കി വെക്കുന്ന ആ വിടവ് അത് നികത്താൻ കഴിയുന്ന മറ്റാരുമില്ല എന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരിൽ നിന്നും ചലച്ചിത്ര മേഖലയിലുള്ളവരിൽ നിന്നും എല്ലാം വരുന്നത്. എന്തായാലും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എത്തിച്ചിരിക്കുന്നു. അവിടെയും നിരവധി ആളുകൾ എത്തുകയാണ്. നാളെ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം പൊതുദർശനമുണ്ടാകും. അവിടെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹാസ്യ നടനെ, ഹാസ്യ അഭിനേതാവിനെ, പ്രിയപ്പെട്ട നവാസിനെ അവസാനമായി കാണാൻ ഒരുപാട് മനുഷ്യരെത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും മിമിക്രി വേദികളിലൂടെയാണ് നമുക്ക് കലാഭവൻ നവാസിനെ പരിചിതനാകുന്നത്. പിന്നീട് അദ്ദേഹം 1995 ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. അതിനുശേഷം ചില സിനിമകൾ അദ്ദേഹം തുടർച്ചയായി ചെയ്തിരുന്നു. അതെല്ലാം നമ്മുടെയൊക്കെ മനസ്സിൽ അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനം നേടിയെടുക്കാൻ സാധിച്ച സിനിമകൾ തന്നെയായിരുന്നു. ജൂനിയർ മാൻട്രേക്ക്, അമ്മ അമ്മായി അമ്മ, മീനാക്ഷി കല്യാണം, മാട്ടുപെട്ടി മച്ചാൻ, ചന്ദമാമ തുടങ്ങി അത്തരം ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. പക്ഷേ പിന്നീട് ചെറിയൊരു കാലയളവിൽ മാറി നിന്നിരുന്നെങ്കിൽ പോലും വീണ്ടും സജീവമാകാനുള്ള ഒരു ഒരുക്കത്തിലൊക്കെ ആയിരുന്നു. പക്ഷേ അതിനു മുൻപേ, അത് പൂർത്തിയാക്കും മുമ്പേ അദ്ദേഹം വിടവാങ്ങുന്ന ഒരു കാഴ്ചയിലേക്കാണ്, അല്ലെങ്കിൽ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വിയോഗത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ്. ചോറ്റാനിക്കരയിൽ ആണ് ഇന്നിപ്പോൾ അദ്ദേഹത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷൂട്ടിംഗ് കഴിഞ്ഞ്